പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു പുഞ്ചിരിയോടെ സ്വാഗതം, സ്നേഹത്തോടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങളെ കാണിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനം, പ്രത്യേകിച്ച് നമ്മളുടെ മലയാളികളുടെ ഒരു മാണിക്യം, നാട്യങ്ങളില്ലാത്തൊരു നാട്യക്കാരന് എം.എ. യൂസുഫ് അലി. ഒരു മനുഷ്യ സ്നേഹി, മുഖം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, ആരുടെയും അടിത്തറ നോക്കാതെ എവിടെയാണ് ആവശ്യം അവിടെ ഒരു കൈത്താങ്ങായി വരുന്ന ഈ എം.എ. യൂസുഫ് അലി സാഹിബിനെ കുറിച്ചും ഹിന്ദുക്കൾ ഉണർത്താനും വെറും നാവിൻ തുമ്പത്ത് വിദ്വേഷവും വിഷവും മാത്രം വെച്ച് പുലമ്പുന്ന എത്രയോ ആളുകൾ, ആരുടെ പേരും പറയുന്നില്ല, ഈ ശശികല പോലത്തെ അവരൊക്കെ ഈ എം.എ. യൂസുഫ് അലി സാഹിബിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നു. ഏതെല്ലാം അമ്പലങ്ങളില് തികച്ചൊരു ഒരു ഹിന്ദു ഭക്തര് എത്ര അമ്പലങ്ങളിൽ ഈ എം.എ. യൂസുഫ് അലി സാഹിബിന് പ്രാർത്ഥന നടത്തുന്നു, അർപ്പണം നടത്തുന്നു. ഇത് ഈ വിഷതുപ്പുന്ന ഒരു ഹിന്ദുവല്ല, അതൊരു പ്രത്യേക ഒരു വികാരം. എത്ര ധനാഢ്യരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലയാളിയുടെ മണ്ണിൽ. ആരെങ്കിലും വന്നു സർക്കാരിന്റെ മറ്റൊരു വശം മരണപ്പെട്ടവർക്ക് 1,00,000 രൂപ. ഇതൊരു കൈത്താങ്ങിന് മാത്രമേ ഉള്ളൂ. അപകടം പറ്റിയവർക്ക് 50,000 രൂപ. എത്ര പേരുണ്ട്? അപ്പോ ഞാൻ ഇതിൽ എം.എ. യൂസുഫ് അലിയുടെ പോലീഷ പബ്ലിസിക്കല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ മുഖം നോക്കാതെ ആ മരണപ്പെട്ടവരിൽ ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ആവേശമാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ നമ്മുടെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മൾക്ക് പൂരങ്ങൾ. അതിലേറ്റവും തലയെടുപ്പോടെ നിൽക്കുന്നതാണ് തൃശ്ശൂർ പൂരം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മൾക്ക് ആ ആവേശമാണ്, ഊർജ്ജമാണ് തൃശ്ശൂർ പൂരം. കാണാൻ പലവട്ടം പോയവരുണ്ട് തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ രാജാവാണ്. അതില് മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ ഇത്രയും ഈ ഓരോ വർഷങ്ങളും ഓരോ വിഷയങ്ങളും ഉണ്ടാവുന്നു. അപ്പൊ അതിനിങ്ങനത്തെ വെടിക്കെട്ടുകൾ, വെടിനിർമ്മാണശാലകൾ ഉണ്ടാകുമ്പോൾ അതിൽ പാവപ്പെട്ടകളായ തൊഴിലാളികൾ, അതിന്റെ ഭാരവാഹികള്, ദേവസ്വമാരകൾ, അറിയാത്തവര്, ഒരുപാട് നിരപരാധികള് ചിതറിപ്പോയി. അഗാധമായ ദുഃഖമാണ്, സങ്കടമാണ്. പക്ഷെ അതിനോടൊപ്പം ഇങ്ങനത്തെ വിഷയങ്ങളിലും വിഷം തുപ്പുന്ന എത്ര ആളുകൾ. അപ്പൊ ഈ ഇത്രയും ധനാഢ്യര് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടും ഒരു കൈത്താങ് വരുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു സഹായമായിട്ട് മരണപ്പെട്ടവർക്ക് 1,00,000, അപകടം പറ്റിയവർക്ക് 50,000 കൊടുത്ത ഈ വ്യക്തിയെക്കുറിച്ചും പറഞ്ഞവരെ പേര് ഞാൻ ഇതിൽ എടുത്തു പറയുന്നില്ല. എന്തെല്ലാം അപവാദങ്ങളാണ് ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി ഇയാൾക്കെതിരെ പറഞ്ഞത്. അപ്പോ മനുഷ്യ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനുഷ്യ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് നാവിൻ തുപ്പൽ, വിഷം തുപ്പിയാൽ തുപ്പൽ മാത്രമേ അറിയൂ. ഓക്കെ, ഒന്നുമില്ല നിങ്ങൾ ചിന്തിക്കാൻ. എം.എ. യൂസുഫ് അലി, അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സൗഖ്യവും നൽകട്ടെ എന്ന് നമ്മള് മലയാളികള് അല്ല, ഒത്തിരി ഭാഷ കൈകാര്യം ചെയ്യുന്ന ജോലിക്കാർ, ഇവരെല്ലാവരുടെയും പ്രാർത്ഥന. അതിനു പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി അമ്പലങ്ങളിൽ പാവപ്പെട്ട അമ്മമാര്, അശരണര്, ഒത്തിരി അഗതികള് വഴിപാട് നടത്തിക്കൊണ്ട് എം.എ. യൂസുഫ് അലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയാണ്. അത്രയും നല്ലൊരു മനുഷ്യൻ. ധനികനാണ്, പക്ഷേ അവര് ധനികരുടെ നാട്യമില്ലാതെ, നാട്യങ്ങളില്ലാത്തൊരു നാട്യക്കാരൻ. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യം അദ്ദേഹത്തിന്റെ ആയുസ്സും ആയുരാരോഗ്യവും നൽകട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, ഗുഡ് ബൈ. അനീഫ് കട്ടുപാറ. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് വ്യവസായി എം.എ. യൂസുഫ് അലി. ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ അദ്ദേഹം ജില്ലാ കളക്ടർ മുഖേന ധനസഹായം കൈമാറുമെന്ന് തന്റെ എക്സ് ഹാൻഡിലൂടെ വ്യക്തമാക്കി. ദുരിതബാധിതർക്ക് താങ്ങാകാനുള്ള എളിയ ശ്രമമാണ് ഇതെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.